നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വലിയ രൂപത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനാണ് അർജൻറ്റീനയ്ക്കെതിരെ ആഗോളതലത്തിൽ തന്നെ നടന്നുകൊണ്ടിരുന്നത്. വലിയ രൂപത്തിലുള്ള മാനിപ്പുലേഷൻസ്, മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനുകൾ, എല്ലാ കഥകൾ പ്രചരിപ്പിച്ചു. ടീമിനെതിരെ, ടീമിൻ്റെ താരങ്ങൾക്കെതിരെ ഒക്കെ വലിയ രൂപത്തിൽ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പ്രചരിച്ചത് വേറെ. അതല്ല എന്നല്ല, അതുമുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യാപകമായിട്ട് ഇപ്പോൾ യൂറോപ്പിലൊക്കെ മെയിൻ മീഡിയകളിൽ വന്നിരുന്നു കൊണ്ട് ഫിഫ അർജൻറ്റീനക്ക് കപ്പ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നൊക്കെ ചിലർ പറയുകയും അതിന് ചില ആളുകൾ പോയി ലൈക്ക് അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെ സ്പാനിഷ് താരങ്ങളുടെ ചില പ്രസ്താവനകൾ, മുൻ ഇംഗ്ലീഷ് താരങ്ങളുടെ ചില പ്രസ്താവനകൾ, ഇങ്ങനെ പല തരത്തിൽ അർജൻറ്റീനയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മിസ്ഇൻഫോർമേഷൻസ് ഒരു തെളിവുമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു AFA എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് AFA ഈസ് കൺസിഡറിങ് ബിഗ് ലീഗൽ ആക്ഷൻ ഓവർ ദി മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ ടാർഗറ്റിംഗ് അർജന്റീനസ് പ്ലെയേഴ്സ് ഡ്യൂറിംഗ് ദി വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൻ്റെ സമയത്ത് അർജൻറ്റീന താരങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടപ്പാക്കപ്പെട്ട മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിനെതിരെ വലിയ നിയമപരമായ നടപടികൾ എടുക്കാൻ AFA ആലോചിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫോമേഷൻ ലോസ്യൂട്ട്സ് അവർ ഇപ്പം കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന ഫോൾസ് അലഗേഷൻസ്, മാനിപ്പുലേറ്റഡ് ഓർ അൺവെരിഫൈഡ് ഇമേജസ്, അതുപോലെ തന്നെ ഒരു തെളിവുമില്ലാതെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഇതിനൊക്കെതിരെ ഡിഫോമേഷൻ ലോസ്യൂട്ടുകൾ അയക്കാനുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണിപ്പോൾ AFA. അത് പരിഗണിക്കുകയാണ് AFA എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. AFA പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് മേജർ മീഡിയാസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ല. മേജർ മീഡിയാസും അതുപോലെ തന്നെ എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെയുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, അതും കൂടാതെ എനി വൺ, ഈവൺ വിത്ത് ഫ്യൂ ഫോളോവേഴ്സ്, വളരെ കുറഞ്ഞ എണ്ണം ഫോളോവേഴ്സിന് വെച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിഗാർഡ്ലെസ് ഓഫ് ദി സൈസ് ഓഫ് ദർ ഓഡിയൻസ്, അവരുടെ ഓഡിയൻസ് എത്രയോ ആവട്ടെ, അത് നോക്കാതെ തന്നെ നടപടിയെടുക്കാനാണ് AFA ആലോചിക്കുന്നത്. എ ലീഗൽ ടീം ഈസ് റിപ്പോർട്ടഡ്ലി ഓൾറെഡി കളക്ടിങ് എവിഡൻസ്. ഓൾറെഡി അവരുടെ ലീഗൽ ടീം ഈ എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പോസ്റ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, മറ്റ് മെറ്റീരിയലുകളൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട് എന്നാണിപ്പോൾ റിപ്പോർട്ട്. ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആർ എക്സ്പെക്റ്റഡ്. സോ ഇത് ഒരു പരിധി വിട്ടു പോയിരുന്നു. കളി, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാൻഡറുകൾ, അതൊക്കെ സ്വാഭാവികം. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഡിഫോമേഷൻ നടത്തുക, മാനിപ്പുലേഷൻ നടത്തി ഒരു പ്രത്യേക ടീമിനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതിനൊരു അവസാനം വരേണ്ടതുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ AFA അത്തരം നടപടികളിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.